ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ രണ്ടാഴ്ച ഉണ്ടാവും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൂറിൻ്റെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനോ, എനിക്ക് പനിയും അങ്ങനെ കുറേ എഴുതാനും അങ്ങനെയൊക്കെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ കാരണം എനിക്കത് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഇടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വാക്ക് പാലിക്കാൻ കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ടൂറ് പോണതിൻ്റെ ഒരു വൈബിലാണ് കേട്ടോ. സൂപ്പറായിരുന്നു. ഞങ്ങൾ അടിച്ചു പിടിച്ചിട്ട് ഞങ്ങൾ ബസ്സാണെന്ന് നോക്കിയില്ല, അമ്മാതിരി അങ്ങോട്ട് കളിച്ചു കേട്ടോ. ടീച്ചേഴ്സും ഉണ്ടായിരുന്നു. ടീച്ചേഴ്സ് ഞങ്ങളെക്കാട്ടിലും വൈബായിരുന്നു കേട്ടോ. ടീച്ചേഴ്സ് അടിപൊളിയാണ് കേട്ടോ. ടീച്ചേഴ്സ് എന്താണ് വൈബ് ടീച്ചേഴ്സാണ് ഞാൻ എൻ്റെ വെച്ചിട്ട്. പിന്നെ ഇത് ഞാൻ വരണം എനിക്ക് വെച്ചാൽ ഡ്രീം വേൾഡ് ഞങ്ങൾ പോയത് തന്നെ ഡ്രീം വേൾഡ് ചാലക്കുടിയിലേക്കാണ് കേട്ടോ. നിങ്ങളൊക്കെ എല്ലാവരും പോയിട്ടുണ്ടാവും. ഒരു ദിവസം തന്നെ നമുക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ അവിടെ പോയിട്ട് വരുന്ന വഴിക്കുള്ള വീഡിയോ ആണ് കേട്ടോ അത്. ഇപ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അടങ്ങി ഒതുങ്ങി ഇരിക്കുകയാണെന്ന് വെച്ചാൽ ഞങ്ങൾ എന്താണ് പറയുക, പുതിയ പാട്ടുകളൊക്കെ ന്യൂ സോങ്സ് ട്രെൻഡ് സോങ്സൊക്കെ ഇടാം, അല്ലെങ്കിൽ 90s സോങ്സ് ഇടുള്ളൂ പറഞ്ഞു. ഇപ്പോൾ അടങ്ങി ഒതുങ്ങി ഇരിക്കുകയാണെങ്കിൽ പുതിയ സോങ്സ് ഇടാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ വൈബ് സോങ്സ് ഒക്കെ ഉണ്ടാവില്ലേ, ഇത് 90s സോങ് അല്ലേ. അപ്പോൾ അവർ അടങ്ങിയിരിക്കുന്നു വിചാരിച്ച് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളത് കേട്ടില്ല ഗൈസ്. ഞങ്ങൾ തോൽക്കില്ല മക്കളെന്ന് പറയുന്ന പോലെ ഞങ്ങൾ ആ ഒരു 90s പാട്ടിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഡാൻസ് കളിച്ചു. ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ എന്താണ് പറയുക, ആകെ അത് സത്യം പറഞ്ഞാൽ എന്താ പറയുക, അവർ ശരിക്കും ഇത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ അടങ്ങിയിരിക്കുന്നതാണ് അവരുടെ വിചാരം ഉണ്ടായിരുന്നത്. പക്ഷെ അവർ തോറ്റുപോയി, ഞങ്ങൾ ജയിച്ചു. ഞങ്ങൾ ആ പാട്ടിൽ തന്നെ എന്താണ് പറയുക കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം ഇറങ്ങിയില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ഉറക്കം വരിക, എൻ്റെ ഫ്രണ്ട്സൊക്കെ കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. ഞാനും അവിടെ പിടിച്ചിട്ട് അങ്ങനെ കയറി പിടിച്ചിട്ട് ഇവിടെ ഉറങ്ങാൻ വിചാരിച്ചു. ഒന്ന് കണ്ണെടുത്തപ്പോഴേക്കില്ലേ എല്ലാവരും ഇറങ്ങി ഡാൻസ് കളിക്കുന്നു, അതും 90s പാട്ടിന്. എൻ്റെ പൊന്നു, പഴയ പാട്ടിൽ വെച്ചാൽ എനിക്ക് അത്ര വലിയ ഒന്നുമില്ല, പക്ഷെ എല്ലാവരും കളിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങും. അങ്ങനെ ഉണ്ടോ. പിന്നെ ഞങ്ങൾ ആ ഡ്രീംവേൾഡിലുള്ള കുറേ സ്നോ വേൾഡിലേക്ക് പോയിട്ടോ. ഇതാണ് സ്നോൻ്റെ ഇത്. ഞങ്ങൾ എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ അടിച്ച് പൊളിച്ചവിടെ ഒരു എന്താ പറയുക ഷൂസ് അങ്ങനത്തെ പോലത്തെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ സ്ലൈഡുണ്ട്, നല്ല രസമാട്ടോ. ചിലവർ വഴുതിപ്പോയി. ഞാനൊക്കെ എന്താ പറയുക തീവണ്ടി വിട്ട പോലെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അമ്മായി സ്പീഡിൽ. പിന്നെ ഒരു എന്താണ് കണ്ടില്ലേ, നല്ല രസമാണ്. ഞാനാണെങ്കിൽ തീവണ്ടി വിട്ട പോലെ പോയിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ്. ഞാൻ പിന്നെ ഒരു പ്രാവശ്യം കയറിയുള്ളൂ കേട്ടോ. പക്ഷെ എൻ്റെ ഫ്രണ്ട്സും ഇതൊക്കെ കുറേ വട്ടം അവർ കയറിയിട്ടുണ്ടായിരുന്നു. അമ്മാതിരിയായിരുന്നു ഗൈസ്. എന്താ പറയുക, ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടാണ്. പക്ഷേ ഇവിടെ സ്നോ അല്ലായിരുന്നു കേട്ടോ. സ്നോ അല്ലായിരുന്നു, ഐസ് കട്ടയല്ലേ, ഐസ് കട്ടയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു സ്നോ ആണ് വിചാരിച്ചു. എന്നുള്ള പറ്റിക്കട്ടോ ഞങ്ങൾ എന്താ പറയുക, ആ ഒരു സ്നോമാനൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മഞ്ഞ് എടുത്തിട്ട് ഞങ്ങൾ ഇടാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ പാളിപ്പോയി. ഐസ് കട്ടയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ അത്രയും തണുത്ത് വച്ചു കേട്ടോ. കണ്ട തണുത്ത് എന്താണ് മരവിക്കും, അത്ര തണുപ്പാണ് അവിടെ. പുറത്ത് പോയി കഴിഞ്ഞാൽ അറിയാം. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് പോയപ്പോൾ എന്തോ ഒരു തണുപ്പായിട്ടെന്ന് വെച്ചിട്ടാ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ DJ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു DJ സോങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ടിട്ട് ഭയങ്കര ഡാൻസ് കളിച്ചു അതിൻ്റെ ഉള്ളിൽ തന്നെ. നല്ല അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഡാൻസ് കളിക്കാൻ പറ്റിയതുണ്ട്. അതുപോലെ അവിടെ വേറൊരു സ്ലൈഡ്, നമ്മൾ കുട്ടികളെ കളിക്കുന്ന പാർക്കിലൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു പാലം പോലെ സ്ഥലമാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ എനിക്കിപ്പോൾ വല്ല പാലത്തിൻ്റെ പേരെന്താന്ന് എനിക്ക് അങ്ങനെ പറയാൻ അറിയത്തില്ല. കണ്ടില്ലേ ഈ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ എന്താണ് പറയുക, നമ്മൾ ചാടിയാലൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടിത്തന്നെ അതിങ്ങനെ അനങ്ങും കേട്ടോ. ഞങ്ങൾ അതിൽ കളിച്ചു. പിന്നെ പേടിയായിട്ട് നമ്മൾ താഴത്തേക്ക് വന്നിട്ട് ടീച്ചേഴ്സും നല്ല അടിപൊളി കളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. 3Dയുടെ അവിടെ പോയിട്ടുണ്ടായിരുന്നു, ഗോസ്റ്റ് ഹൗസിൽ പോയിട്ടുണ്ടായിരുന്നു,
കുറേ എന്താ പറയുക കുറേ എന്ന് വെച്ചാൽ പേടി വരുത്തുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പേടി അത് കാണിച്ചില്ല, ഞങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നില്ല. പക്ഷെ പേടിപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെയാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അധികം പേടി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ഒക്കെ ഈസി ആയിട്ടായിട്ട് എടുത്തത്. പക്ഷെ ഞങ്ങൾ 3Dയിൽ നല്ല പേടിച്ചു കേട്ടോ. അത് എന്താ പറയുക, ഞാൻ കാലൊക്കെ പൊക്കിയിരുന്നു, ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂക്കി വിളിയായിരുന്നു. അതിന് എന്ത് പൊന്നു, ഞങ്ങൾ ടി വിയിലൊക്കെ കാണുമ്പോൾ അതിൻ്റെ അവിടെ ഒരു ടി വി ഉണ്ട് കേട്ടോ. അത് കാണുമ്പോൾ നമുക്ക് അത്ര ഇത് തോന്നില്ല, പക്ഷെ ആ ചിരി വരും. പക്ഷെ എൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അറിയാം കേട്ടോ അതിൻ്റെ ഒരു അവസ്ഥ. കുറേ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു, രാത്രി എന്താണ് പറയുക അൽഫാം മന്തി ആയിരുന്നു കേട്ടോ. അത് എന്താ പറയുക, ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ അൽഫാം മന്തിയും ബിരിയാണിയും ഉണ്ടാകും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വെച്ചുള്ളവർക്ക് വെച്ചുണ്ടാവും കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഓരോരുത്തർ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഫുഡ് കഴിക്കുന്ന ഫോട്ടോ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു, പക്ഷെ അത് കാണാനില്ല കേട്ടോ. ഞാൻ നേരത്തെ ഇടണം വിചാരിച്ചപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം കാണാനില്ല. ഇങ്ങനെ അപ്പം നമ്മളപ്പോൾ അടിച്ച് പൊളിച്ചു കേട്ടോ. സംഭവം നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, എന്താ പറയുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ബൈ. അയ്യോ ബൈ പറയണേക്കും എനിക്ക് കുറച്ചും കൂടി വീഡിയോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഫോട്ടോസ്. ഇതിപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്നത് ഇന്നെ കണ്ണുണ്ടാവുമല്ലോ, എൻ്റെ കണ്ണ് കണ്ടുണ്ടാവും. കാരണം എനിക്ക് സൈഡ് സെറ്റ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇറങ്ങി ഡാൻസ് കളിക്കാൻ. ഇന്നെ കണ്ണുണ്ടാവും, ഗ്രീൻ ഡ്രസ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഷേപ്പ് എന്തായിരുന്നു മറന്നുപോയി. ഇത് ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഉണ്ട് കേട്ടോ. കുഴിമന്തി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ബൈ എല്ലാവരും.